ഗായ്സ് ഇന്ന് നമുക്കൊരു അടിപൊളി കൂന്തൽ പൊരിച്ചത് ഉണ്ടാക്കിയാലോ. കൂന്തൽ കൊണ്ട് അധികം ആൾക്കാരും ട്രൈ ചെയ്യാറ് കൂന്തൽ റോസ്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും കൂന്തൽ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതന്നെ ആവട്ടോ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത് അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ലേശം കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന്. ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ നോർമൽ ഒരു മസാല ഉണ്ടാക്കുക. അധികം ഫ്ലേവേഴ്സ് ആഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ കൂന്തലിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോയി പോകും. എന്നിട്ട് ഇതൊക്കെ കൂടെ നല്ലോണം കൂന്തലിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. കറിവേപ്പിലേക്ക് നല്ല ടേസ്റ്റ് അല്ല നമ്മൾ മീനിലൊക്കെ ഇടുമ്പോൾ. എന്നിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അധികം നേരം വെക്കേണ്ട. അധികം നേരം വെച്ചാൽ ഇതുപോലെ വെള്ളമായി പോട്ടോ. കുറച്ച് നേരം വെച്ചാൽ മതിയാവുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണയിലേക്ക് ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഇതിൻ്റെ ഭംഗി നോക്കി ഇതിൻ്റെ അടുത്ത് മോന്തയും കാട്ടി പോയി നിന്നാൽ പിന്നെ നമ്മുടെ മോന്തേൻ്റെ ഭംഗി വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റാതായി പോട്ടോ. കാര്യം ഇതിന് നല്ല പൊട്ടിത്തെറിയാണ്. അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ. നല്ല വേവ് ഉണ്ടായതിനെ കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മൾ കൂന്തൽ ഫ്രൈ. എന്ത് അടിപൊളി അറിയാം. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ നമ്മൾ ഇതന്നെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.